ടീനേജ് കുട്ടികളെ ഞാൻ പരിഗണിക്കുന്നില്ലെന്നുള്ളതല്ലായിരുന്നു നിങ്ങളുടെ പരാതി. ഇതേ മക്കളെ, നിങ്ങൾക്കുള്ള സൂപ്പർ ഐറ്റം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഇനിയിപ്പോ ബട്ടർഫ്ലൈകളായിട്ട് പാറി പറന്നോ. സൂപ്പർ ഐറ്റം ആണ്. വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. വെറും 345 റേറ്റില് ഡെയിലി നിങ്ങൾക്ക് എവിടാ സ്കൂളിലോ കോളേജിലോ ഫങ്ഷനോ ഒക്കെ പോകാനായിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ്. നോക്കി എന്തല്ല കളറുകൾ, എന്തല്ല പ്രിന്റുകൾ, അതിലും ഹൈലൈറ്റ് ആയിട്ട് റേറ്റ് അല്ലേ. നല്ല പ്രിന്റ്, നല്ല കളറ്, അടിപൊളി റേറ്റ്. 345. പെട്ടെന്ന് തന്നെ വരുമല്ലോ, പെട്ടെന്ന് തന്നെ വരണം. എല്ലാവരും പെട്ടെന്ന് വരണം, പെട്ടെന്ന് DM ചെയ്യണം. കുറെ കഴിഞ്ഞിട്ട് ഈ സാധനം എന്ത് ചെയ്യുന്ന ചോദിച്ചിട്ട് ഇപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിരുന്ന ഓരോ ഐറ്റവും തീർന്നു കഴിയുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ കഴിഞ്ഞ ദിവസത്തെ എന്താ 245 സാധനം എന്തിയേ, അതെന്താ ഇങ്ങനെയൊക്കെ ചോദിച്ചോണ്ട് വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ DM ചെയ്യുക, പെട്ടെന്ന് തന്നെ ഷോപ്പിലേക്ക് വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റേറ്റിലുള്ള നല്ല അഫോർഡബിൾ റേറ്റുള്ള സൂപ്പർ ഐറ്റംസ് നിങ്ങൾക്ക് കൈയുടനെ കൊണ്ടുപോകാം കേട്ടോ. ഇതൊക്കെ കണ്ടാൽ മിസ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ എൻ്റെ ടീനേജ് കുട്ടികൾ, സുന്ദരിമണികൾ എപ്പോഴും എൻ്റെ അടുത്ത് പരാതിയാ, ഇത് ഞങ്ങൾക്കുള്ളത് കൊണ്ടുവരാത്ത എന്താന്ന്. ഇപ്പോൾ അതെ ഞാൻ നിങ്ങളെയും പരിഗണിച്ചു. ഓൾറെഡി നമ്മുടെ ഷോപ്പിൽ ടീനേജുകാരുടെ ഉണ്ട് കേട്ടോ. പിന്നെ അവരെന്താ ചോദിക്കുന്നത് വെച്ചാൽ അഫോർഡബിൾ റേറ്റിലുള്ളത് അവരെയും കൂടെ പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും പരിഗണിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഷോപ്പിലേക്ക് വരിക കേട്ടോ. സൂപ്പറാണ്, ആരും മിസ് ചെയ്യരുത്. ഈ റേറ്റിൽ വളരെ വളരെ സൂപ്പർ ആയിട്ടുള്ള ഐറ്റമാണ്. പെട്ടെന്ന് തന്നെ ഷോപ്പിലേക്ക് വരെ, പെട്ടെന്ന് തന്നെ DM ചെയ്തവരെ.